അങ്ങനെ ഞങ്ങൾ വീണ്ടും മാമിൻ്റെ വീട്ടിലെത്തിയിട്ടാ. കല്യാണം 12-ാം തീയതി 13-ാം തീയതിയാണ് കേട്ടോ. 12-ാം തീയതി പെണ്ണിൻ്റെ വീട്ടിലത്തെ, 13-ാം തീയതി നമ്മളെ വീട്ടിലത്തെ. ചെറിയൊരു നിശ്ചയം കൂടെ ഉണ്ട് കേട്ടോ. അത് കൂടാൻ വേണ്ടി വന്നാൽ ഞങ്ങൾ ഉമ്മ മരിച്ച സമയത്ത് മൂസിൻ്റെ കല്യാണം ശരിയായി കേട്ടോ, മാമിൻ്റെ മോൻ്റെ. അപ്പോൾ അന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു മുട്ടയടുക്കലേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഇങ്ങോട്ടുള്ള പരിപാടിയൊന്നും അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. അങ്ങനെ അവരാരും വന്നിട്ടില്ല. ചെറുതായിട്ട് ആരും വീട്ടിൽ മാത്രം വന്ന് പോയിട്ടുള്ളൂ. പിന്നെ മാമിൻ്റെ നാട്ടിലെ പൂരമാണ്. അപ്പോൾ രണ്ടും കൂടെ ആലോചിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ കേട്ടോ. അപ്പോൾ മാം ഉമ്മാൻ്റെ ഓരോ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. മാമക്ക് നല്ലോണം സങ്കടം ഉണ്ട് ഉമ്മ ഇല്ലാത്തതിലും. അപ്പോൾ അതിങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു. ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു മൂസിൻ്റെ കല്യാണം, എനിക്ക് വേണ്ടിയിട്ട് പെണ്ണ് നോക്കലും കാര്യങ്ങളൊക്കെ ഉമ്മ ചെയ്തിരുന്നു. പെട്ടെന്നാണ് ഉമ്മാൻ്റെ മരണം ഉണ്ടായത്. അപ്പോൾ മാമക്ക് ആ ഒരു സങ്കടം നല്ല ഉണ്ട് ഉമ്മ ഇല്ലാത്ത കുറവ് കല്യാണത്തിന് നല്ലോണം ഉണ്ട് കേട്ടോ. മേമ അതിങ്ങനെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അമ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലും ഉഷാറായിട്ടേ കാരണം ഓരോ പരിപാടിയും കാര്യങ്ങളും കല്യാണവും ഒക്കെ നടക്കുക. പിന്നെ ഞങ്ങൾ മരുബിക്ക് ശേഷം കേട്ടോ മാമൻ്റെ അവിടുത്തെ വരവോളൊക്കെ വരൽ തുടങ്ങിയത്. പൂരാണെന്ന് പറഞ്ഞില്ലേനെ. അപ്പം അതിൻ്റെ അപ്പം ഞങ്ങൾ പിന്നെ അവർ തൊട്ടടുത്തുള്ള വീട്ടിലത്തെ വരവെന്ന് ഫസ്റ്റ് ഇട്ടായി അവരെ വീട്ടിലുള്ള പ്രോഗ്രാം ചെയ്യുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി കുറേ നേരമൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ പോകുന്നിട്ടാ. ഞങ്ങൾ രാത്രിക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പൂരപ്പറമ്പൊക്കെ വീണ്ടും പോയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ പൂരപ്പറമ്പിലേക്ക് ഇറങ്ങിയിട്ട് അത് പോണ വഴിയിലുള്ള ഇതാണ് കേട്ടോ, വരവും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് നേരം അവിടെ നിന്നിട്ട് അതൊക്കെ കണ്ട് ആ വരവിൻ്റെ ബാക്കിൽ ഞങ്ങൾ മെല്ലെ പൂരപ്പറമ്പിലേക്ക് പോയി. നല്ല രസമായിരുന്നു. ഒരുപാട് വരവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അവിടുന്ന് ഐസ്ക്രീമും ഉപ്പിലിട്ടതൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് ഇതൊക്കെ കണ്ടതിൻ്റെ ശേഷം ഞങ്ങളവിടുന്ന് പോകുന്നത് കേട്ടോ. നാളേക്കുള്ള പുഡിങ് ഉണ്ടാക്കിയൊക്കെ ഉണ്ട്. പിന്നെ റിയാസ്ക്കൊക്കെയാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ പണികളുണ്ട് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം പോകുന്നിട്ട് അവിടുന്ന്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങിയിട്ടാ. കപ്പ പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട്, കോഫി പുഡിങ്ങും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്ത് വെച്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടക്കുമ്പോൾ 1 മണിയായിരുന്നു കേട്ടോ. അങ്ങനെ റിയാസ്ക്കൊക്കെ ഫുഡ് ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കുന്നത്. മാമൻ്റെ മരുവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കുട്ടൻ ബിരിയാണിയും ഫ്രൈഡ് റൈസൊക്കെയാണ് കേട്ടോ. ഓരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുക ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് കണ്ട് ആസ്വദിക്കുക. ഞങ്ങളിങ്ങനെ ടേസ്റ്റൊക്കെ അവിടെ എടുത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കപ്പ പുഡിങ്ങൊക്കെ ഇവിടെ സെറ്റായി, കോഫി പുഡിങ് സെറ്റ് ചെയ്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. പിന്നെ ഫുഡൊക്കെ റിയസ്ക്കൊക്കെ ദമ്മൊക്കെ പൊട്ടിക്കൽ കഴിഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ഞാനവിടെ തിരക്കിൽ പെട്ട്. അവർ വീട്ടിൽ നിന്നുള്ളവർ വന്ന് ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ടാ. നമ്മളെ പുതിയാപ്പിള വല്ല തിരക്കിലാണ് ഗൈസ്. അച്ചാർ കച്ചവറൊക്കെ വിളമ്പി കൊടുക്കുന്ന തിരക്കിലാണ്. കഷ്ടപ്പാട്. മാമൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ, എളാപ്പയാണ്. അപ്പം മരുമകൾക്കുള്ള ഫുഡ് പാഴ്സലാക്കുകയാണ്. അവർ പോകുമ്പോൾ അവരെടുത്ത് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് വന്നവരും പോയി. പിന്നെ നമ്മളെ വീട്ടിൽ വന്നിരുന്ന കുറച്ച് ആൾക്കാരും ഗസ്റ്റുകളൊക്കെ പോയി. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നിട്ടാ. ഒരു 11 മണി 11:30 ഒക്കെ ആയപ്പോൾ പരിപാടി അവസാനിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ പുറത്തൊക്കെ പോയി. കല്യാണ ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഞങ്ങളെ കുറച്ച് വെറും ഷോ ആണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ.